എൻ്റെ പേര് മേഴ്സി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ പെട്ടെന്ന് ശ്വാസതടസ്സം പോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ 2 ദിവസം ICU കിടത്തി. അത് കഴിഞ്ഞ് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്നും 2 ആഴ്ചക്കുള്ളിൽ ഓപ്പൺ സർജറി വേണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മൂത്ത സഹോദരി അത്ഭുത ജപമാലയുടെ ലിങ്ക് അയച്ചു തന്നു. അത് ഞങ്ങൾ കേട്ടിരുന്നു. ആ ശനിയാഴ്ച തന്നെ ഞാൻ ഇവിടെ ഏകദൈവ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അസുഖമൊന്നുമില്ലാതിരുന്ന് ഞാൻ ഇവിടുന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഇവിടെ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ 2-ാം ദിവസമായിരുന്നു സർജറിയുടെ സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞു, എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടിക്കൊണ്ടിരിക്കുന്ന മകനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നു, ജോയി എന്ന മകനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് 1 ആഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ കുളിക്കാൻ പോയപ്പോൾ ബോധമില്ലാതെയായി. അങ്ങനെ വീണ്ടും ICUയിൽ കിടത്തി. 2 ദിവസം ICUയിൽ കിടത്തി. ഡിസ്ചാർജായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്ഭുത ജപമാലയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൾ ജർമ്മൻ ലാംഗ്വേജിന് പോയിട്ടുണ്ടായിരുന്നു. 2 പരീക്ഷയിൽ പാസ്സായി. പിന്നെ ഞങ്ങൾ അത്ഭുത ജപം വീണ്ടും പങ്കെടുത്ത് 2 പരീക്ഷയിൽ വീണ്ടും പാസ്സായി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. അത്ഭുത ജപമാലയിൽ പങ്കെടുത്ത് ലഭിച്ച സൗഖ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും സാക്ഷ്യമാണ് കേട്ടത്.